Hi everyone, so welcome to our very first class of this MSW 007. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 007 തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫസ്റ്റ് ബ്ലോക്ക് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്സ്. അതിലെ യൂണിറ്റ് 1 ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് സോഷ്യൽ കേസ് പ്രാക്ടീസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് യൂണിറ്റ്, ഭയങ്കര വലിയ യൂണിറ്റ് അങ്ങനൊന്നും അല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന, എളുപ്പം പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള യൂണിറ്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് അതിലെ കോണ്ടന്റ്സ് നോക്കിയാലോ. സോ അതിൽ നമുക്ക് ഫസ്റ്റ് നിങ്ങളുടെ SLM എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ട് ഈ പറയുന്ന യൂണിറ്റിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഗോ ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഇൻട്രൊഡക്ഷൻ പാർട്ട്. പിന്നെ പറയുന്നത് ഓരോരോ ഹെഡിങ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ്. അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബീങ്, മോഡേൺ സൊസൈറ്റി ആൻഡ് സോഷ്യൽ വർക്ക്, social case work and individual behavior, social case work practice in India, indigenization of case work practice. Okay, ഇത്രയാണ് നിങ്ങൾക്ക് ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഇത്രയും യൂണിറ്റ്, ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ നോക്കും. ആൻഡ് ഈ ഒരു യൂണിറ്റിലൂടെ നിങ്ങൾക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ഉള്ളത് അതിനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഇഗ്നോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ സ്റ്റഡിയിങ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബീങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ സൊസൈറ്റി. ആ ഒരു മോഡേൺ സൊസൈറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഹ്യൂമൻ ബീങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ആൻഡ് ഓൾസോ നമുക്ക് എന്താ സോഷ്യൽ കേസ് വർക്ക്, അതുപോലെ ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ആൻഡ് ഓൾസോ ഈ പറയുന്ന ഇന്ത്യയിൽ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസിന്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻഡിജിനൈസേഷൻ ഓഫ് കേസ് വർക്ക് പ്രാക്ടീസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഹിയർ. സോ നമുക്ക് നോക്കാം. ഇപ്പൊ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ഓർഗനൈസേഷൻസ്. എവിടെയൊക്കെയാണ് ഈ പറഞ്ഞ സോഷ്യൽ കേസ് വർക്കിന്റെ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ വെൽഫെയർ ഓർഗനൈസേഷൻസിലാണ്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് മാനേജ് പേഴ്സണൽ ചലഞ്ചസ് ആൻഡ് ഇംപ്രൂവ് ദെയർ സോഷ്യൽ ഫങ്ഷൻ. ഇപ്പം നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വരുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മളോട് ഷെയർ ചെയ്യാനും ആൻഡ് അതിന് സൊല്യൂഷന് വേണ്ടിയിട്ടാണല്ലോ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അവരുടെ സോഷ്യൽ ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണൽ ചലഞ്ചസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണമായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന സോഷ്യൽ വർക്കിന്റെ മെത്തേഡാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് മെത്തേഡ് ആയിരിക്കും. സോഷ്യൽ കേസ് വർക്കറും അതുപോലെ തന്നെ ക്ലയന്റും തമ്മിലുള്ള, അല്ലെങ്കിൽ സോഷ്യൽ വർക്കറും ക്ലയന്റും തമ്മിലുള്ള ഒരു മെത്തേഡാണ്, ഒരു പ്രൈമറി ആൻഡ് ഡയറക്റ്റ് മെത്തേഡാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് ലേറ്റ് 19th സെഞ്ചുറിയിലാണ്, ഡ്യൂറിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. ആൻഡ് ഇത് ഗ്രോ ചെയ്ത് വന്നത് ഔട്ട് ഓഫ് ചാരിറ്റി വർക്ക്സിലൂടെയാണ് ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്ക് എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്, ഗ്രോ ചെയ്ത് വന്നിട്ടുള്ളത്. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീസ് മൂവ്മെന്റ് വഴി 1870s ഇതിന്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു അപ്രോച്ച്, സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന അപ്രോച്ച് എടുത്താൽ അത് സോഷ്യൽ, ഒരു മനുഷ്യന് സാമൂഹികപരമായിട്ടുള്ളതും അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ഹെൽപ്സ് എന്ത് ചെയ്യുന്നുണ്ട് ടു അഡ്രസ് ഇൻഡിവിജ്വൽ പ്രോബ്ലം സിസ്റ്റമാറ്റിക്കലി. അങ്ങനെ ഈ പറയുന്ന ഒരു അപ്രോച്ച് ഈ പറഞ്ഞ സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവൽ ഓഫ് ഹ്യൂമൻ ബിഹേവിയറിനെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ആളിനെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ദറ്റ് വി ക്യാൻ ഈസിലി അഡ്രസ് അവരുടെ പ്രോബ്ലം. ഓക്കെ, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അവരുടെ പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And it helps people develop better relationships and cope with difficulties in their environment. അവരുടെ എൻവയോൺമെന്റിൽ അവർ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ടോ, അവർക്ക് എന്തൊക്കെ റിലേഷൻഷിപ്സ് ഇഷ്യൂസ് ഉണ്ടോ, നമുക്ക് അതിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനും ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ് വഴി നമുക്ക് സാധ്യമാവുന്നതാണ്. ആൻഡ് ഇൻ മോഡേൺ സൊസൈറ്റി, നമ്മൾ മോഡേൺ സൊസൈറ്റി എടുക്കുമ്പോൾ ഇൻക്ലൂഡിംഗ് ഇന്ത്യ, സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന്റെ പ്രോബ്ലംസ് നാവിഗേറ്റ് ചെയ്യാനും ആൻഡ് ഓൾസോ അവരുടെ ഓവറോൾ വെൽബീങ്ങിനെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ടൈറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബീങ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടൈറ്റിലാണ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു ബയോളജിക്കൽ, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫിനോമിനൻ ആണ്, അല്ലെ? അങ്ങനെ ഒരു 3 തലങ്ങളും കൂടെ ചേർന്നതാണ് ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ.
അതിന്റെ മീനിങ് എന്താണ്? മനുഷ്യനെ ഷേപ്പ് ചെയ്യുന്നത് ബയോളജിക്കൽ പരമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതുപോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെ. അല്ലെങ്കിൽ ഒരു ഒറ്റ ഫാക്ടേഴ്സോട് മനുഷ്യൻ ജീവിക്കുകയോ ഇല്ല. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കാൺട്ട് ലീവ്. അതുപോലെ സൈക്കോളജിക്കൽ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് സോഷ്യൽ ഫാക്ടേഴ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൂർണ്ണതയില്ല. ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഹ്യൂമൻ ലൈഫ് എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് ട്രൂ മീനിങ് എമർജസ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻസ്. ഇതൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? സോഷ്യൽ ഇന്ററാക്ഷൻസ് ത്രൂ ആണ് ഇതൊക്കെ എമർജ് ചെയ്ത് വരുന്നത്. ആൻഡ് എ പേഴ്സൺ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി ഷെയറിംഗ് ലൈഫ് എക്സ്പീരിയൻസസ് വിത്ത് അതേഴ്സ് അല്ലെ. നമുക്ക് ഒരു മനുഷ്യനെ ഒരു സൊസൈറ്റിയുടെ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? when he or she shares her or his life experiences with others അല്ലെ. അവർ അവിടെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോഴാണ് that we can say that a person is എന്താണ് ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സൊസൈറ്റി നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് ഇവരുടെ എല്ലാവരുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആയിരിക്കും. എപ്പോഴും കോൺസ്റ്റന്റ് ആണോ? അല്ല. നമ്മളെ എടുത്താൽ തന്നെ നമ്മളെ പെരുമാറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കോൺസ്റ്റന്റ് ഓർ ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക് അല്ലെ, ഓർ എനിത്തിങ്. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആണ് അല്ലെ. അത് ചേഞ്ച് ചെയ്യും. ആൻഡ് ഓൾസോ വിച്ച് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്ററാക്ഷൻസ് വിത്ത് എ ചേഞ്ചിങ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുമുള്ള കൾച്ചർ, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് വി ഹാവ് എ ഡിഫറൻസ് ഇൻ അവർ ബിഹേവിയർ അല്ലെ, ഓൾ ദ ടൈം. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ ബിഹേവിയർ ഡൈനാമിക് ആവാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന ചേഞ്ചിങ് ആയിട്ടുള്ള സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് ആയിട്ട് നമുക്ക് ഇന്ററാക്ഷൻസ് വരുന്നു. അതിലുള്ള ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഇപ്പൊ പണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളും ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും ഇറ്റ്സ് നോട്ട് സെയിം അല്ലെ ഫോർ എവ്രി വൺ. സോ അതാണ് നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ്സ് ഡൈനാമിക് എന്ന് പറയുന്നത്. Therefore, a person's personality development is closely connected to their environment അല്ലെ. ഞാൻ എന്താണോ എന്നുള്ളത് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസിലാണ് ഞാൻ ജീവിക്കുന്നത്. പലരും വളർന്നു വരുന്ന സാഹചര്യമാണ് അവരെ ഇന്നത്തെ ആൾക്കാരായിട്ട് മാറ്റുന്നത് അല്ലെ. നമ്മൾ ഓരോരോ ആൾക്കാർ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ പറയും ചിലപ്പോ കുട്ടിക്കാലത്ത് ഉള്ള എന്തെങ്കിലും ട്രോമാസ് കാരണം ആളുകൾ ഇങ്ങനെ ആയി തീരാം. അവരുടെ ചുറ്റിനുമുള്ള ഫാമിലി അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അവർ പോയിട്ടുള്ള സ്കൂളിങ്സ്, അവരുടെ സൊസൈറ്റി, ഇതിലുള്ള എല്ലാ തരത്തിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ആളിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് സോഷ്യലി ഡൈവേഴ്സ് ആയിട്ടുള്ള, ആൻഡ് ഫിസിക്കലി നമ്മൾ നോക്കിയാൽ, ഇന്റലക്ച്വലി നമ്മൾ നോക്കിയാൽ, ഇമോഷണൽ ആസ്പെക്ട് നോക്കിയാൽ ദാറ്റ് എവ്രി വൺ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആണ് അല്ലെ. നമുക്ക് എല്ലാവരും സെയിം ആണോ? ഫിസിക്കലി ഒരാൾ ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കാം, ഒരാൾ ചിലപ്പോൾ വീക്ക് ആയിരിക്കാം. ആൻഡ് ഓൾസോ ഇന്റലക്ച്വൽ ലെവൽ നോക്കിയാൽ ദാറ്റ് ഓരോരുത്തർക്കും ഓരോ ഇന്റലക്ച്വൽ ലെവലാണ്. ഇമോഷണൽ ആസ്പെക്ട് നോക്കിയാൽ ചിലപ്പോൾ ചിലവർ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് പറയുമ്പോൾ അത് അഫക്ട് ചെയ്യും. ഓക്കെ, ദേ മേ ക്രൈ, ദേ മേ ലാഫ്. ബട്ട് വേറെ ആൾക്കാരെ എടുത്താൽ അവർ അങ്ങനെ ഒന്നും ഒരു ഇമോഷണലി അത്രയും ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നില്ല. ആൻഡ് ഓൾസോ ബിലോങ്ങിങ് ടു ദിയർ വേരിയസ് കൾച്ചറൽ, പൊളിറ്റിക്കൽ, റിലീജിയസ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ്. ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലി ഡൈവേഴ്സ് ആണ്. ഫിസിക്കൽ ആയിക്കോട്ടെ, ഇന്റലക്ച്വലി ആയിക്കോട്ടെ, ഇമോഷണൽ ആസ്പെക്ട് ആയിക്കോട്ടെ, ആൻഡ് വാട്ട് എവർ, അവരെന്താണ്? സോഷ്യൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഓൾസോ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്? യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കുണ്ട് അല്ലെ. ആൻഡ് ഓൾസോ മോട്ടിവേഷൻസ്, ആൻഡ് ഓൾസോ ത്രൂ സം എക്സ്റ്റേണൽ ഫോഴ്സസ് ലൈക്ക് മോറൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീഗൽ ഫോഴ്സസ് ആയിക്കോട്ടെ, കമ്മ്യൂണൽ കോഡ്സ് which influences behavior. Individuals are not entirely controlled by them അല്ലെ. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള ലോ അല്ലെ, നിയമങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ അത് ഫോളോ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മളുടെ എന്താണ് നമ്മൾ അവരെ അനുസരിച്ച് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അത് നമ്മളുടെ അങ്ങനെയുള്ള നിയമങ്ങൾ വെക്കുമ്പോഴും അതൊക്കെ നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മോറൽ ആയിക്കോട്ടെ, ലീഗൽ ആയിക്കോട്ടെ, സം കൈൻഡ് ഓഫ് കമ്മ്യൂണൽ കോഡ്സ് ആയിക്കോട്ടെ, ലൈക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതൊക്കെ നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇൻഡിവിജ്വൽസ് ഒരിക്കലും അവരുടെ അണ്ടർ കൺട്രോൾഡ് എൻറ്റയർലി കൺട്രോൾ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ. ആൻഡ് ഇൻഡിവിജ്വൽസിനെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ they maintain some degree of independence with the ability to make decisions, show initiative and exercise personal judgment അല്ലെ. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവർക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്, ആൻഡ് ഓൾസോ അവർക്ക് അവരുടേതായിട്ടുള്ള ജഡ്ജ്മെന്റ് പറയാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിപെൻഡൻസും അതേപോലെ തന്നെ എന്താണ് അവരുടേതായിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും ഓരോരോ ഇൻഡിവിജ്വൽസും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന ഹ്യൂമൻ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്സ് എല്ലാം എടുത്താൽ തന്നെ വിച്ച് ആർ ഷേപ്ഡ് ബൈ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെ. നമുക്ക് പുറമേ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ മനുഷ്യന്റെ
സോഷ്യൽ റിലേഷൻഷിപ്പുകളെയും മറ്റുള്ള ഫാക്ടേഴ്സുകളെയും ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. And it is impossible to standardize or fully control individuals' lives as they retain their own character and strength. നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്യാരക്ടറും സ്ട്രെങ്ത്തും ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും നമ്മളെ വന്നിട്ട് ഫുള്ളി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഫുള്ളി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് സൈക്കോളജിക്കലി നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ് ആൻഡ് ഓൾസോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ലവ്, ആൻസൈറ്റി, ഡിസ്ട്രെസ്, ഫ്രസ്ട്രേഷൻസ് പോലുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ എവിടെ വരുന്നുണ്ട്, സൈക്കോളജിക്കൽ പരമായിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സോഷ്യലി നമ്മൾ കണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, സൈക്കോളജിക്കലി എങ്ങനെയാണ് മനുഷ്യന്റെ ബിഹേവിയർ എന്നുള്ളതാണ്. സോ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്, പേഴ്സണൽ ആണ്, ഇൻവോൾവിംഗ് ഫീലിംഗ്സ് ലൈക്ക് ലവ്, ആൻസൈറ്റി, ഡിസ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് വരുന്നുണ്ട് അല്ലെ. നമുക്ക് ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കില്ല. ഇന്നിപ്പോ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ടെൻഷൻ, സ്ട്രെസ് ഒക്കെ വരാം. ആൻഡ് ഓൾസോ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ചിലപ്പോൾ സാഡ് ആയിരിക്കും, ചിലപ്പോ വെരി ലവബിൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആകാം അല്ലെ. ആൻഡ് എ പേഴ്സൺ റിലേഷൻഷിപ്സ് വിത്ത് ദർ എൻവയോൺമെന്റ് ഈസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യോ കൾച്ചറൽ ട്രഡീഷൻസ്. അല്ലെ, നമുക്കുള്ള ആളുകളുടെ നമുക്ക് നമ്മളുടെ എൻവയോൺമെന്റിനോടുള്ള റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പല കാര്യങ്ങളിലും ചുറ്റിലുണ്ട്. അത് സോഷ്യോ കൾച്ചറൽ ട്രഡീഷൻസ് ആവാം, അത് നമ്മളുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ഹാസ് ക്രിയേറ്റഡ് ന്യൂ സോഷ്യൽ കോംപ്ലക്സിറ്റീസ് ഓൾസറിംഗ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്ട്രക്ചേഴ്സ്. ഇൻഡസ്ട്രിയൽ സിവിലൈസേഷനോട് കൂടി തന്നെ നമ്മൾക്ക് ചുറ്റും പുതിയ തരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എക്കണോമിക് പരമായിക്കോട്ടെ, കൾച്ചറൽ സ്ട്രക്ചേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓൾട്രേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ആസ് പാർട്ട് ഓഫ് ദി സിവിലൈസേഷൻ. ആൻഡ് ഇൻക്രീസിങ് സോഷ്യൽ പ്രോബ്ലംസ്. ഓക്കെ, അവിടെ എന്തുണ്ട്, ഇൻക്രീസിങ് ആയിട്ട് വരുന്ന സോഷ്യൽ പ്രോബ്ലംസും ഉണ്ട്. നമുക്ക് ദിനം പ്രതി സോഷ്യൽ പ്രോബ്ലംസും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ദിസ് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് മൊബിലിറ്റി ഓഫ് മോഡേൺ ലൈഫ് ഹാവ് ലെഡ് ടു ആൻസൈറ്റി ആൻഡ് സ്ട്രെയിൻ. അല്ലെ, നമ്മൾ അനുഭവിക്കുന്ന കുറെ ഇമ്മൊബിലിറ്റി ആയിക്കോട്ടെ, ഇൻസ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ ഈ പറയുന്ന നമ്മുടെ ലൈഫിലേക്ക് ആൻസൈറ്റിയും സ്ട്രെയിനും സ്ട്രെസ്സും ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ. ആൻഡ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി അതെടുത്താലും which is shaped by both internal and external factors. ഓക്കെ, നമുക്കൊരു പേഴ്സന്റെ പേഴ്സണാലിറ്റി എടുത്താലും അവിടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും അതിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫൻ റിക്വേഴ്സ് അഡാപ്റ്റിംഗ് ടു സോഷ്യൽ സറൗണ്ടിങ്സ്. അല്ലെ, നമ്മൾ ഏത് സറൗണ്ടിങ് ആണോ അവിടേക്ക് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പേഴ്സന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഷേപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് ചില സമയത്ത് നമ്മൾ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കാണിക്കണം. ഓക്കെ, നമ്മളിപ്പോ പുതിയൊരു സോഷ്യൽ സറൗണ്ടിങ്സ് പോകുമ്പോൾ വി ഹാവ് ടു അഡാപ്റ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ എൻവയോൺമെന്റ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് എപ്പോഴാണ് ഇവിടെ ചലഞ്ചസ് വരുന്നത് ചോദിച്ചാൽ when an individual cannot adapt or feels overwhelmed by their environment. ഇപ്പൊ ഞാൻ ഒരു 10 years ആയിട്ട് ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിലായിരുന്നു. ആൻഡ് ഞാനിപ്പോ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഞാനിപ്പോ വേറെ എൻവയോൺമെന്റ് ആണ്, എനിക്ക് അവിടെ ഒരു തരത്തിലും എനിക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഐ എം നോട്ട് എന്താ belongs to this particular environment. I don't belong to this particular environment എനിക്ക് തോന്നുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ചലഞ്ചസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എറൈസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ക്ലയൻസ് മേ സ്ട്രഗിൾ ടു സോൾവ് പ്രോബ്ലംസ് ഡ്യൂ ടു ലാക്ക് ഓഫ് റിസോഴ്സസ്. നമ്മുടെ ചുറ്റിനും അതിനെ ഞാൻ എന്ത് പ്രോബ്ലം ആണോ ഫേസ് ചെയ്യുന്നത് അതിനെ സോൾവ് ചെയ്യാൻ എന്റെ അടുത്ത് ചുറ്റിനും എനിക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളില്ല, റിസോഴ്സുകൾ ഇല്ല. ഓക്കെ. ഓൾസോ ഞാൻ വളരെ പുവർ ഡിസിഷൻ മേക്കർ ആണ്. ആൻഡ് എനിക്ക് ഒത്തിരി തരത്തിലുള്ള ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്ലയന്റ് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈക്കോളജിക്കലി ദാറ്റ് വി മേ ഫേസ് സം പ്രോബ്ലംസ്. ഓക്കെ. സോ അതായിരുന്നു നമുക്ക് നേരത്തെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന എന്ത് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ദിസ് ടൈറ്റിൽ മോഡേൺ സൊസൈറ്റി ആൻഡ് സോഷ്യൽ വർക്ക്. ഓക്കെ. So in modern society, people of all ages, okay, backgrounds and conditions face challenges that make adjusting to life difficult. അല്ലെ, നമുക്ക് ചുറ്റും ഏത് ഏജിലുള്ള ആളുകളായിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായിക്കോട്ടെ, എന്ത് കണ്ടീഷൻസ് ആയിക്കോട്ടെ, മോഡേൺ സൊസൈറ്റിയിൽ പല ആളുകളും പലതരത്തിലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പോവേർട്ടി ആയിരിക്കാം ചിലവരുടെ പ്രോബ്ലം. ചിലവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഇനാഡിക്വേറ്റ് ഹൗസിംഗ് ആയിരിക്കും, അവർക്ക് വീടോ കാര്യങ്ങളോ ഒന്നും കാണില്ല. ആൻഡ് ചില ആളുകൾക്ക് അത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഹെൽത്ത് കെയർ ആയിരിക്കാം, ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ലൈക്ക് ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ബേസിക് അമ്യൂണിറ്റീസ് ഒന്നുമില്ല, ഫുഡ് വാട്ടർ ഒന്നും ഇല്ലാത്തതായിരിക്കും ചിലവരുടെ പ്രോബ്ലം. ഓക്കെ.
സോ മോഡേൺ സൊസൈറ്റിയിൽ ആളുകൾക്ക് പല ബാക്ക്ഗ്രൗണ്ടും പല കണ്ടീഷൻസും പല ഏജുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് എല്ലാം അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന പ്രോബ്ലംസ് ഉള്ള പ്രോബ്ലത്തിനെ കുറച്ചുകൂടെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആക്കിയതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ അർബനൈസേഷന്റെ ആ ഒരു റൈസോട് കൂടി ദീസ് പ്രോബ്ലംസ്, ഓക്കെ, ദീസ് ഇഷ്യൂസ് ഹാസ് ബിക്കം മച്ച് കോംപ്ലിക്കേറ്റഡ് എന്നിവിടെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ urban ഫാമിലീസ് എടുത്താൽ അവര് കുറച്ചുകൂടി എക്സ്റ്റൻഡ് ഫാമിലീസ് ആയിട്ട് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നു റാദർ ദാൻ എ ന്യൂക്ലിയർ വൺ. അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്, ഇമോഷണൽ ഇംബാലൻസസും ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റിയിൽ, മോഡേൺ സൊസൈറ്റിയിൽ കോമൺ ആണ്. അവിടെ ഫാമിലി ഡൈനാമിക്സ് മാറുന്നു, അതുപോലെ എക്കണോമിക് പ്രഷേഴ്സ് വരുന്നു, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഈ പറയുന്ന സ്ട്രഗിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ ട്രഡീഷൻസ്, റിലീജിയസ് ബിലീഫ്സ്, അതും ഈ പറയുന്ന ആളുകളുടെ ഇൻഡിവിജ്വൽസിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുവഴി അവിടെ മാൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും അറൈസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ദ റിസൾട്ടിങ് സിംറ്റംസ് ഇൻക്ലൂഡിംഗ് ഫീലിംഗ്സ് ഓഫ് ഇനാഡ്യൂക്കേസി, നമുക്കൊന്നും തികയാതെ വരുന്ന ആ ഒരു ഫീലിംഗ്, ഇനാഡ്യൂക്കേറ്റ് എന്നുള്ള ഫീലിംഗ് വരുന്നു, കൺഫ്യൂഷൻസ്, വർത്ത്ലെസ്നെസ്, അതുപോലെ എയിംലെസ്നെസ് ആൻഡ് സെൻസ് ഓഫ് ഹാവിംഗ് നോ പേർപ്പസ് ഓർ ഡയറക്ഷൻ ഇൻ ലൈഫ്. ഓക്കെ, അപ്പൊ നിങ്ങളുള്ള പ്രോബ്ലംസ് നമ്മൾ അങ്ങനെ അതിലേക്ക് നയിക്കുകയാണ്. നമുക്ക് നമ്മളെ ഒരു ബോധമില്ലാത്ത ആളാണ്, അല്ലെ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ല, അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഒരു തരത്തിലുള്ള പേർപ്പസും ഇല്ല എന്നുള്ള ഫീലിംഗ്സും കാര്യങ്ങളും ഒക്കെ അറൈസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽസ് മേ ഓൾസോ ഫീൽ ലോസ്റ്റ്, ഓക്കെ, കൈൻഡ് ഓഫ് ലോസ്റ്റ്, ഞാൻ ഒന്നും ഇല്ലാണ്ട് എവിടെയോ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്സ് വരുന്നു. ക്വസ്റ്റിംഗ് ലൈക്ക് വൈ ദേ ആർ അൺഹാപ്പി ഓർ ദ മീനിങ് ഓഫ് ദർ എക്സിസ്റ്റൻസ്, എന്തിന് ഞാനിവിടെ ഇങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ അൺഹാപ്പി ആയിട്ടുള്ളത് എന്നുള്ള പല പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് വരുന്നുണ്ട്, റൈസ് ചെയ്ത് വരുന്നുണ്ട്. അവിടെയാണ് സോഷ്യൽ വർക്കിന്റെ ആവശ്യം, അല്ലെ? ഈ പറയുന്ന മോഡേൺ സൊസൈറ്റിയിൽ ആളുകൾ ഇത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ we should help them. As a social worker, we have the responsibility to help them out, അല്ലെ, out of their problem. And എന്നാ നമുക്ക് അവർ ഒരു സൊല്യൂഷൻ കൊടുക്കാന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം ഈ പറയുന്ന മോഡേൺ സൊസൈറ്റി ആൻഡ് സോഷ്യൽ വർക്ക് എന്ന് എടുത്താൽ അവിടെ ഒരു വലിയൊരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, so social work emphasizes the importance of individuals and their inner space. Okay, we are giving importance to individuals and their inner space, വെദർ വിത്തിൻ ദംസെൽസ്, എ ഗ്രൂപ്പ്, ഫാമിലി, ഒരു കമ്മ്യൂണിറ്റി. നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഒരു ഫാമിലി ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, നമ്മൾ അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുടെ ഇന്നർ സ്പേസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പറയുന്ന ആളുകളെല്ലാം ഡിഗ്നിറ്റിയോട് കൂടി, ഒരു പേർപ്പസോട് കൂടി, അവരൊരു ബോധത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ടു ഗൈഡ് ദം, ഓക്കെ, ടു സോൾവ് ദി പ്രോബ്ലംസ്, ടു ഹെൽപ് ദംസെൽസ്. ഓക്കെ, അതാണ് നമ്മളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. ആൻഡ് എല്ലാ തരത്തിലുള്ള സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻസും സോഷ്യലി കൾച്ചറലി ആണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എസ്പെഷ്യലി എഫക്റ്റീവ് ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ എസ്പെഷ്യലി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ US case work emphasizes individual rights to assistance, self-determination and self-fulfillment, fostering self-expressions and personal growth. അവിടെ നമ്മൾ US എടുത്താൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പല കാര്യങ്ങളിലേക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള അസിസ്റ്റൻസ്, അതുപോലെ സെൽഫ് ഡിറ്റർമിനേഷൻ, അവരുടെ സെൽഫ് ആയിട്ടുള്ള അവർക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ്, സെൽഫ് ഫുൾഫിൽമെന്റ്, അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റും പേഴ്സണൽ ഗ്രോത്തും ഒക്കെ നമ്മൾ കേസ് വർക്കിൽ അവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. But in societies like India, where group and community are prioritized over the individual, social casework faces challenges. അല്ലെ, നമ്മൾക്ക് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നോക്കിയാൽ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റിക്കാണ് റാദർ ദാൻ ദ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നുണ്ട്. സോ ഹിയർ വി ഫേസസ് സം ചാലഞ്ചസ് അക്കോർഡിംഗ് ടു ദാറ്റ്. ഓക്കെ, ബിക്കോസ് US നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇൻഡിവിജ്വൽ ആസ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ദറ്റ് വി ക്യാൻ ഡു, അല്ലെങ്കിൽ വി ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ്. ഓക്കെ, ബട്ട് ഇവിടെ ഇന്ത്യ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്, ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കുറച്ച് ഒരു സോഷ്യൽ കേസ് വർക്ക് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഇന്ത്യയിൽ the individual may not have the same right to self-expressions or decision-making as in more individualistic society. ഇപ്പോൾ US പോലുള്ള കൺട്രികളിൽ കുറച്ചുകൂടി ഇൻഡിവിജ്വൽ അവരുടെ റൈറ്റിനെയും അവരുടെ സെൽഫ് എക്സ്പ്രഷൻസ് കുറച്ചുകൂടെ ഒരു എന്താ പറയാ, കുറച്ചുകൂടെ റൈറ്റ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. ബട്ട് ഹിയർ നമുക്ക് ആ ഒരു റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. മേക്കിംഗ് ദ ഗോൾ ഓഫ് എനബിളിംഗ് പേഴ്സണൽ ഫുൾഫിൽമെന്റ് ലെസ് അച്ചീവബിൾ ഇൻ ദ സെയിം വേ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ അവരെ പേഴ്സണലി ഒരു ഫുൾഫിൽമെന്റ് നമുക്ക് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ ടോപ്പിക് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. സോഷ്യൽ കേസ് വർക്ക് പർട്ടിക്കുലർലി സോഷ്യൽ കേസ് വർക്ക് എടുത്താൽ അതിന്റെ ഓറിജിൻ ദാറ്റ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ചാരിറ്റി ആൻഡ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഹ്യൂമൻ സെന്റിമെന്റിൽ നിന്നാണ് ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്ക് എറൈസ് ചെയ്ത് വന്നിട്ടുള്ളത്.
While the act of helping is commendable, and historically, some parts of society offered material assistance without recognizing the individual's worth. Okay. നമുക്ക് ഈ പറഞ്ഞ ആക്ട് ഓഫ് ഹെൽപ്പിംഗ് എന്ന് പറയുമ്പോൾ ചില സൊസൈറ്റികൾ മെറ്റീരിയൽ അസിസ്റ്റൻസ് ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. And in these cases, individuals in need were often seen as solely responsible for their conditions due to negligence, ignorance, or incapacity, and relief was provided sparingly to prevent misuse. അവർക്ക് അവരിലുള്ള മിസ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീഫ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ആൻഡ് ഓൾസോ ഇൻ ദിസ് കേസസ് നേരത്തെ പറഞ്ഞു, ഇൻഡിവിജ്വൽസ് ഇൻ നീഡ് വെർ ഓഫൻ സീൻ ആസ് സോൺലി റെസ്പോൺസിബിൾ ഫോർ ദെയർ കണ്ടീഷൻസ് ഡ്യൂ ടു അവരെ എന്തെങ്കിലും ഇൻകപ്പാസിറ്റി ഉള്ളത് കൊണ്ടോ ഇഗ്നോറൻസ് ഉള്ളത് കൊണ്ടോ ആളുകൾ എന്താ പറയാ അവർ നെഗ്ലിജൻസ് ഫേസ് ചെയ്യുന്നതുകൊണ്ടോ ആയിരിക്കാം അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ഓവർ ടൈം എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്. നമുക്ക് ചിലതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ പ്രോബ്ലംസിനെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഇൻഡിവിജ്വലിന്റെ ഒരു പെർട്ടിക്കുലർ ഫോൾട്ട് അല്ല. ഓക്കെ, അവരുടെ ഇന്നർ കാര്യങ്ങൾ മാത്രം കൊണ്ടല്ല, ഇന്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് മാത്രമല്ല അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്, അവർക്ക് പ്രോബ്ലംസ് എമേർജ് ചെയ്ത് വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ഇൻഡിവിജ്വൽസ് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ദിസ് ലെഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എറൈസ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടിട്ടാണ്. which advocates for giving each person their rightful opportunities for growth. ഓരോ ആളുകൾക്കും അവർക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ അഡ്വക്കസി വഴി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ക്ലയന്റ്സ് ഹാവ് ആൻ ഇൻഹെറന്റ് റൈറ്റ് ടു സോഷ്യൽ സർവീസസ് ആൻഡ് ദ ഫ്രീഡം ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദം ആസ് ദേ സീ ഫിറ്റ്. ഓക്കെ, അതായത് ക്ലയന്റ്സിന് അവരുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെന്താണോ ആ ഒരു രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യാനും റിജക്ട് ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളും ക്ലയന്റിനുണ്ട് എന്നുള്ളൊരു കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യ നമുക്ക് നോക്കാം. സോ ഇൻ ഇന്ത്യ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീഷണേഴ്സ് ഈ പറയുന്ന പ്രാക്ടീസിനെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ്, ലൈക്ക് കമ്പയറിംഗ് ടു വെസ്റ്റേൺ പെർസ്പെക്ടീവ്. സോ വി സീ ദിസ് പ്രാക്ടീസ് ഡിഫറെന്റ്ലി. ഓക്കെ, ബിക്കോസ് വി ബിലീവ് ദാറ്റ് സോഷ്യൽ കേസ് വർക്ക് ക്യാൻ ബി മോസ്റ്റ് ഇഫക്റ്റീവ് എപ്പോഴാണ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലാണ് ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡവും ഇൻഡിവിജ്വൽ സെൽഫ് ഫുൾഫിൽമെന്റും ആണ് എംഫസൈസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വന്നാൽ കുറച്ചുകൂടെ ഗ്രൂപ്പ് ഓറിയന്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പിലെ എക്സ്പെക്ടേഷൻസ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ എക്സ്പെക്ടേഷൻസ് അലൈൻ ചെയ്ത് പോകണം. ഓക്കെ, ഒത്തുചേർന്ന് പോകണം. ആൻഡ് ഇപ്പോ ഒരു ഗ്രൂപ്പിൽ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവിടെ എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, അങ്ങനെ ആയിരിക്കും നമ്മുടെ ബിഹേവിയറും ഷേപ്പ് ആയിട്ട് വരുന്നത്. സോ അവിടെ നമ്മൾ ഫെയിൽ ആയാൽ നമുക്ക് റിജക്ഷൻസും അല്ലെങ്കിൽ ഒരു ലീഗൽ കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫുൾഫിൽമെന്റ് എല്ലാം ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ ഒരു നോംസ് അല്ലെങ്കിൽ റൂൾസ് ആയിട്ട് ക്ലോസ്ലി ടൈഡപ്പ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുന്നത്? ദ ഇന്ത്യൻ ക്ലയന്റ് മേ നോട്ട് ഹാവ് ദ സെയിം റൈറ്റ്സ് ടു ഇൻഡിവിജ്വലൈസ്. നമുക്ക് ഇൻഡിവിജ്വലി എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് കാണില്ല. ആൻഡ് ഓൾസോ വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. നമുക്ക് എന്താണോ നമ്മൾ ഡിറ്റർമിനേഷൻ അത് നമുക്ക് നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇവിടെ കിട്ടുന്നില്ല. ആസ് ഇൻ മോർ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി ലൈക്ക് ഒരു യൂറോപ്യൻ കൺട്രി എടുത്താൽ അവിടെ ഉള്ളത് പോലെയുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യ challenges face ചെയ്യുന്നുണ്ട്. Okay, and in social casework the focus on rights often addresses material needs. Okay, ചിലപ്പോൾ സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ ഈ പറയുന്ന ആളുകളുടെ മെറ്റീരിയൽ നീഡ്സിലേക്കായിരിക്കും കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഈ പറഞ്ഞ മെറ്റീരിയൽ നീഡ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും ഇല്ല. ഇപ്പൊ എനിക്ക് വേണ്ടത് ഇപ്പോ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് ഒരാൾ കൊണ്ടുവന്ന് ഒരു 1000 രൂപ തന്നു. അപ്പൊ 1000 രൂപ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് അപ്പൊ സന്തോഷം തോന്നായിരിക്കും. ബട്ട് ആഫ്റ്റർ ദാറ്റ് എനിക്ക് വേണ്ട സൊല്യൂഷൻ അതല്ലായിരുന്നു, എന്റെ മെറ്റീരിയൽ നീഡ് അല്ലായിരുന്നു എനിക്ക് ആവശ്യം. ചിലപ്പോൾ എനിക്ക് ഇമോഷണൽ നീഡ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സോഷ്യൽ നീഡ് ആയിരിക്കും, സൈക്കോളജിക്കൽ നീഡ് ആയിരിക്കും എന്റെ ആവശ്യം എന്ന് പറയുന്നത്. ബട്ട് അപ്പൊ അവിടെ നമ്മൾ മെറ്റീരിയൽ നീഡും കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. മെറ്റീരിയൽ കംഫർട്ട്സ് മേ ക്രിയേറ്റ് കണ്ടീഷൻസ് ഫോർ ഹാപ്പിനെസ് അല്ലെ, ബട്ട് ഡോണ്ട് എൻഷുർ ഇമോഷണൽ ഫുൾഫിൽമെന്റ് നമുക്ക് കിട്ടത്തില്ല. ഇമോഷണൽ നീഡ്സ് സച്ച് ആസ് അഫെക്ഷൻ ആയിക്കോട്ടെ, കെയർ ആയിക്കോട്ടെ, അതൊന്നും ഈ പറയുന്നത് പോലെ നമുക്ക് കിട്ടണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ക്യാൻസർ പേഷ്യന്റിന് മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ദാറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ബട്ട് നമുക്ക് ഒരിക്കലും അവർക്ക് അവരോടുള്ള ഫാമിലി അഫെക്ഷനെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കോ? ഇല്ലല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ മെഡിക്കൽ കെയർ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ക്യാൻസർ പേഷ്യന്റ് ഒരിക്കലും അവിടെ ഓവർകം ചെയ്യാൻ വരണമെന്നില്ല. ബിക്കോസ് അവർക്ക് ഇമോഷണലി അവർ ഡൗൺ ആയിരിക്കാം, അവർക്ക് അസുഖം വരുന്നത് കാരണം. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കേസ് വർക്ക് നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യയിൽ കുറച്ച്
ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നാം. ആൻഡ് സിമിലർലി എൽഡർ ഇൻഡിവിജ്വൽസ് ക്യാൻ ബി എൻടൈറ്റിൽ ടു ഷെൽട്ടർ, മെഡിക്കൽ എയ്ഡ് ആൻഡ് എക്കണോമിക് അസിസ്റ്റൻസ് ബട്ട് നോട്ട് ടു ദ ചിൽഡ്രൻസ് ലവ് ഓർ അഫെക്ഷൻ. ഇപ്പൊ നമ്മൾ എൽഡർ ആയിട്ടുള്ള ആളുകളെ ഇപ്പൊ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് അല്ലെ, അച്ഛനും അമ്മേനെയൊക്കെ മക്കൾ ഇറക്കി വിട്ടു ഒക്കെ എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ അവർക്ക് നമ്മൾ ചിലപ്പോ ഒരു ഷെൽട്ടർ കൊടുക്കുന്നുണ്ടായിരിക്കും, മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നുണ്ടായിരിക്കും, എക്കണോമിക് അസിസ്റ്റൻസ് എല്ലാം ദറ്റ് വി ക്യാൻ പ്രൊവൈഡ്. ബട്ട് അവർക്ക് ശരിക്കും വേണ്ടത് എന്താണ്? അവർക്ക് കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. അപ്പൊ അത് കൊടുത്താലാണ് അവരുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് സോ ഇൻ കേസ് വർക്ക് ദ കോൺസെപ്റ്റ് ഓഫ് ഡ്യൂട്ടി ഈസ് ക്രിട്ടിക്കൽ ടു അഡ്രസ്സിംഗ് ഇമോഷണൽ നീഡ്സ് അല്ലെ. അങ്ങനെ ഇമോഷണൽ നീഡ്സ് സോൾവ് ചെയ്യാന്നുള്ള രീതി വരുമ്പോഴത്തേക്കും ദ കോൺസെപ്റ്റ് ഓഫ് ഡ്യൂട്ടി, നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, when dealing with a mentally ill persons, case workers encourage family to see it as their duty to care for the members' well-being. അല്ലെ, ഇപ്പൊ ഒരു മെന്റലി ഇൽ ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ കാണുമ്പോൾ കേസ് വർക്കേഴ്സ് അവിടെ ഫാമിലിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു കെയർ ഫോർ ദ മെമ്പേഴ്സ് വെൽബീങ് അല്ലെ. നമ്മൾ ജസ്റ്റ് അവർക്ക് ഇപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാന്നുള്ളത് മാത്രമല്ല, അവരുടെ മെന്റൽ സപ്പോർട്ടും ഇവർക്ക് ആവശ്യമുണ്ട്. ആ ഒരു ആളുടെ പെർട്ടിക്കുലർ ആളുടെ വെൽബീങ്ങിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഫാമിലിയുടെ ഒരു സപ്പോർട്ടും അവിടെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവർ എൻകറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ നമുക്ക് നമ്മളുടെ ഈ പറഞ്ഞ ഇൻഡിവിജ്വലിസം നമ്മൾ എക്സ്ട്രീംലി നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, വെസ്റ്റിലെ പോലെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുവാണ്, അവർ ഇൻഡിവിജ്വലെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് തന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലംസ് റേസ് ചെയ്യും. ഫാമിലി മെമ്പേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കത്തില്ല, അയാൾ തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്തോളൂ എന്നുള്ളൊരു പർട്ടിക്കുലർ തോട്ട് വന്നേക്കാം. സോ ഇൻ കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യൻ കൾച്ചർ, ഇമോഷണൽ സപ്പോർട്ട് ഫ്രം ഫാമിലീസ് ഓഫൻ സീ ആസ് എ ഡ്യൂട്ടി അല്ലെ. നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ക്യാൻസർ പേഷ്യന്റിനെ എടുത്താൽ അവർക്ക് വേണ്ടത് അഫെക്ഷൻ ടു ഫാമിലി, അല്ലെങ്കിൽ ഒരു ഓൾഡ് പീപ്പിളിനെ എടുത്താലും അവർക്ക് ആ കുട്ടികളോടുള്ള അഫെക്ഷൻസ് എല്ലാ കാര്യങ്ങളും വേണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലി സപ്പോർട്ടൂടെ നമുക്ക് എന്ത് വേണം, നമ്മൾ കൊടുക്കണം. അപ്പൊ അവിടെ ഇൻഡിവിജ്വലി അല്ല നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഇൻഡിവിജ്വലി അല്ല, നമ്മൾ അവിടെ ഗ്രൂപ്പ് അല്ല ഒരു കമ്മ്യൂണിറ്റി ആണ് അല്ലെ, ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം ഇൻഡിവിജ്വൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യൻ കൾച്ചർ, ഇമോഷണൽ സപ്പോർട്ട് ഫ്രം ഫാമിലീസ് ഓഫൻ സീൻ ആസ് എ ഡ്യൂട്ടി, മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ കേസ് വർക്കേഴ്സ് ടു മൊബിലൈസ് family support. Okay. Thus, while rights guarantees physical needs, emotional needs are met through a sense of duty, especially in cultures like India, where social responsibility towards families emphasized. നമ്മൾ ഈ പറയുന്ന ഫാമിലി റെസ്പോൺസിബിലിറ്റീസിനെയൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ കേസ് വർക്ക് പ്രാക്ടീസ് എപ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നതെന്ന് ചോദിച്ചാൽ, വെൻ ഇറ്റ് ഹെൽപ്സ് ക്ലയൻറ്റ്സ് സെക്യൂർ ബോത്ത് മെറ്റീരിയൽ കംഫർട്ട്സ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയൽ കംഫർട്ട്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ കേസ് വർക്ക് ആവില്ല അല്ലെ. അവിടെ നമ്മൾ ഇമോഷണൽ ഫുൾഫിൽമെന്റ് കൂടെ നമ്മൾ ചെയ്യണം. റെക്കഗ്നൈസിംഗ് ദാറ്റ് ഇമോഷണൽ നീഡ്സ് മേ നോട്ട് ഓൾവേസ് അലൈനിങ് വിത്ത് ഫിസിക്കൽ കംഫർട്ട്സ്. നമുക്ക് എപ്പോഴും ഫിസിക്കൽ കംഫർട്ടും ഇമോഷണൽ നീഡും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും ഇങ്ങനെ അലൈൻ ചെയ്തിട്ട് അത് സെയിം ആണ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. The concept of duty becomes vital when a caseworker encourages family support, such as for the care of a disabled person. ഒരു disabled person നമ്മൾ ഇൻഡിവിജ്വൽ കെയർ വേറെ രീതിയിലുള്ള മെറ്റീരിയൽസ് നീഡ്സ് മാത്രം കൊടുത്താൽ നമുക്ക് ആളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാപ്പി ആക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യം ഫാമിലി സപ്പോർട്ട് ആണ്. So society typically promotes the importance of caring for the elderly, sick and vulnerable, fostering a sense of responsibility within families and communities. Okay. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആളുകളെ ഒക്കെ എടുത്താലും അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി വിത്തിൻ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സെൻസ് ഓഫ് ഫോസ്റ്ററിങ് എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്കിലേ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പ്രോബ്ലം എന്താണോ അതിനെ നമുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ. ആൻഡ് ഹൗവർ വെൻ എക്സ്ട്രീം ഇൻഡിവിജ്വലിസം ഈസ് എൻകറേജ്, ദിസ് സെൻസ് ഓഫ് ഡ്യൂട്ടി ക്യാൻ ഫെയിൽ. നമ്മൾ എക്സ്ട്രീം ആയിട്ടും ഇൻഡിവിജ്വലിസം മാത്രം അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസം മാത്രം നമ്മൾ നേരത്തെ നമ്മളിപ്പോ വെസ്റ്റേൺ കൺട്രീസിലെ പോലെ എൻകറേജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫാമിലിന്റെ ഡ്യൂട്ടി എല്ലാം ഇങ്ങനെ ഫെയ്ഡായി കൊണ്ട് പോകും. ആൻഡ് വിച്ച് ലീഡിങ് ടു എ ബ്രേക്ക് ഡൗൺ ഇൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ. ആൻഡ് ഇപ്പൊ നമുക്ക് വെസ്റ്റ് നോക്കിയാൽ ഇപ്പൊ ഈ പറഞ്ഞ ഇൻഡിവിജ്വലിസത്തിലേക്കുള്ള ഷിഫ്റ്റ് കാരണം അവിടെ ഫാമിലി ഒരു ലവ് അല്ലെങ്കിൽ ഫാമിലിന്റെ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ വീക്കൻ ആയിട്ടുണ്ട്. ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് ഹൗ ദ പേഴ്സ്യൂട്ട് ഓഫ് പേഴ്സണൽ ഫുൾഫിൽമെന്റ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ടുവേർഡ് അതേഴ്സ് ക്യാൻ റിസൾട്ട് ഇൻ സോഷ്യൽ ഹാം. ഓക്കെ. നമ്മൾ ഈ പറയുന്ന ഫാമിലിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൊസൈറ്റി ഹാർംഫുൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ. നമുക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് മറ്റുള്ളവരോടും റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മൾ. അല്ലാണ്ട് നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള നമുക്കൊരു നാളെ ഒരു അവസ്ഥ വരുമ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കാണാനല്ല. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും മറ്റുള്ളവരോടും എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിരിക്കുക. ഓക്കെ.
എസ്പെഷ്യലി ഫാമിലി അല്ലെ, ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി മാറിയിരിക്കും, ഇല്ല, ഹെൽപ്പ് ഔട്ട് ചെയ്യും. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. And in Indian culture, where the family is a fundamental social unit and is expected to support individuals in various situations. Okay. സോ നമുക്ക് പല പല സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോഴും ഈ പറയുന്ന ഇൻഡിവിജ്വൽസിനെ ആര് സപ്പോർട്ട് ചെയ്യണം, ഫാമിലി. ബിക്കോസ് ഫാമിലി എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറിൽ ഒരു ഫണ്ടമെന്റൽ സോഷ്യൽ യൂണിറ്റ് ആണ്. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഡ്യൂട്ടിയോട് നമ്മളും ആസ് എ കേസ് വർക്കർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പാത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പോകണം. However, this does not imply authoritarianism or encourage individuals to surrender their autonomy to others or to higher power. അപ്പൊ ഇതുവഴി നമ്മൾ ഒരിക്കലും പറയുന്നത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് സറണ്ടർ ആയിട്ട് ഇരിക്കണം, നമുക്ക് നമ്മളുടേതായിട്ടുള്ള അവകാശം ഇല്ല എന്നുള്ളതല്ല. നമുക്ക് മറ്റുള്ളവരോടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സൊസൈറ്റിയിൽ നമുക്കൊരു പ്ലേസ് ഉണ്ടല്ലേ, ഇതിനെയൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരായിട്ടും കൂടെ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് വേണമെന്ന് പറയുന്നത്. അല്ലാണ്ട് അവിടെ അവർക്ക് ഓട്ടോണമി ഇല്ല, അത് അവർ സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ അവർ മറ്റുള്ള ഹയർ പവറിനോട് സറണ്ടർ ചെയ്യണം എന്നുള്ള രീതിയിലല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് കോൾസ് ഫോർ ഇൻഡിവിജ്വൽസ് ടു എൻഗേജ് ഇൻ സെൽഫ് റിഫ്ലക്ഷൻ യൂസിങ് ദെയർ റീസണിങ് ടു അണ്ടർസ്റ്റാൻഡ് ദംസെൽസ്. അവർക്ക് അവരെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, ആൻഡ് അവർക്ക് മറ്റുള്ളവരോടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ദെയർ പ്ലേസ് ഇൻ എ society. And in a competitive society where the idea of survival of the fittest often prevails, people may become overly focused on personal gains and neglect their duties towards others. അല്ലെ, നമ്മൾ ഈ പറയുന്ന സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഐഡിയയിൽ ഇപ്പൊ പറയുന്ന കോമ്പറ്റീവ് സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നപ്പോഴും സ്വന്തം കാര്യം, എന്റെ ഗെയിൻ അല്ലെങ്കിൽ എന്റെ കാര്യം, എന്റെ വളർച്ച എന്നുള്ളതാണ്. അതർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി ഹാവ് ഡ്യൂട്ടീസ് ടുവേർഡ്സ് അതേഴ്സ്. ഇഫ് ഐ ആം ലിവിംഗ് വിത്ത് മൈ ഫാമിലി, ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ് ടു ദം. അല്ലെ, എന്റെ വീട്ടിൽ എന്റെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ്, എന്റെ കുട്ടികള്, അവിടെയുള്ള ആൾക്കാര്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ്, എന്റെ ടീച്ചേഴ്സ്, ഇവരോടൊക്കെ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്. അത് നമ്മൾ എപ്പോഴും നിറവേറണം. നമ്മളിപ്പോ നമ്മൾ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ബീങ് ആണ്. അപ്പൊ നമ്മൾക്കും അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് സോഷ്യൽ വർക്കും കൂടെയാണ് നമ്മൾ പഠിക്കുന്നതല്ല. അപ്പൊ നമ്മൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്തേക്ക് ഒരു ഹെൽപ്പ് ആയിട്ട് വരുമ്പോ, ഇപ്പൊ ഇൻ കേസ് എനിക്ക് ആളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻ എ സെൻസ് എനിക്ക് വേറെ റിസോഴ്സുകൾ കണക്ട് ചെയ്താൽ ആളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്റെ അടുത്ത് വേറെ കണക്ഷൻസ് ഉണ്ടെങ്കിലേ എനിക്ക് ആളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ആളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറൊരാളുടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള കണക്ഷൻസ് എന്റെ വേണം, വേറെ ഹയർ റിസോഴ്സ് എന്റെ വേണം. അപ്പൊ ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ഞാൻ എന്നുള്ള രീതി മാത്രം ജീവിച്ചാൽ ചിലപ്പോൾ എനിക്ക് വേറെ കണക്ഷൻസ് കാണില്ല. അപ്പം എനിക്ക് ഈ വരുന്ന ക്ലയന്റിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മറ്റുള്ളവരുമായിട്ടും ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുക. ഓക്കെ. സോ ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് ദ റോൾ ഓഫ് ദ കേസ് വർക്കർ ബിക്കംസ് ക്രൂഷ്യൽ. അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിൽ റോൾ ഓഫ് ദ സോഷ്യൽ കേസ് വർക്കർ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്. ആസ് വി ഹെൽപ്പ്, എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ് റെക്കഗ്നൈസ് ആൻഡ് എക്സ്പാൻഡ്സ് ദർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ അവരുടെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് വി ഷുഡ് പ്രൊമോട്ട് എ ബാലൻസ് ലൈഫ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ഓഫ് അതേഴ്സ്. ഓക്കെ, അത് നമ്മൾ നോട്ട് ഓൺ ചെയ്തിട്ടൊരു കാര്യമാണ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇൻഡിജിനൈസേഷൻ ഓഫ് കേസ് വർക്ക് പ്രാക്ടീസ്, ഇന്ത്യൻ കൾച്ചറിൽ നിന്നുകൊണ്ട് കേസ് വർക്ക് പ്രാക്ടീസ് നോക്കിയാൽ സോഷ്യൽ കേസ് വർക്കേഴ്സ് ഈ പറഞ്ഞ ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലീസിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതിൽ കേസ് വർക്കേഴ്സ് കുറെ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ ഈസ് എ സ്ട്രോങ് കൾച്ചറൽ ടെൻഡൻസി ടുവേർഡ്സ് കൺഫോമിറ്റി ടു ഗ്രൂപ്പ് നോംസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ആ ഗ്രൂപ്പ് നോംസ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, അതിൽ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ ബിഹേവിയർ അതിലേക്ക് ആക്കുക, അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതും ഈ പറഞ്ഞ ഇന്ത്യൻ കൾച്ചറിൽ ഒരു ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് സംടൈംസ് ഇത് ഇൻഡിവിജ്വലിന്റെ എബിലിറ്റീനെ ന്യൂ റിയാലിറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇൻഡിവിജ്വലിന്റെ എബിലിറ്റീനെ ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ചാൻസസ് കാണാൻ വേണ്ടി പറ്റും. ബിക്കോസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്സിലെ ഒതുങ്ങി നിൽക്കുക എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. സോ വെൻ വി ലുക്ക് ഇൻ ടു ദിസ് ട്രഡീഷണൽ കേസ് വർക്ക്, the case worker's role is to help clients navigate and adapt to their evolving circumstances എന്നുള്ളതായിരുന്നു. ഓക്കെ, കേസ് വർക്കറിന്റെ റോൾ എന്തായിരുന്നു? ക്ലയന്റിനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, ആൻഡ് ഓൾസോ ഇവോൾവ് ആയിട്ട് വരുന്ന എന്തൊക്കെ സാഹചര്യങ്ങളാണോ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു കേസ് വർക്കിന്റെ റോൾ എന്ന് പറഞ്ഞാൽ. അവിടെ പുതിയ പുതിയ വാല്യൂസ് കൊണ്ടുവരിക, ഐഡിയാസ് കൊണ്ടുവരിക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത് കേസ് വർക്കറിന്റെ റോളായിരുന്നു. And this adjustment should be based on a clear understanding of their role within the group and their responsibility towards it. ആ ഒരാളുകൾക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള റോളും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചുള്ള ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം പൊക്കോണ്ടിരുന്നത്. ദ കേസ് വർക്കർ അസിസ്റ്റ് ഇൻഡിവിജ്വൽസ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ ഡ്യൂട്ടീസ് വൈൽ എൻകറേജിംഗ് ഫാമിലി മെമ്പേഴ്സ് ഇൻ സൊസൈറ്റി. കേസ് വർക്കർ ഇൻഡിവിജ്വൽസിനെ അസിസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? അവരുടെ ഡ്യൂട്ടീസിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കേസ് വർക്കർ ഇൻഡിവിജ്വലിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എലോങ് വിത്ത്
എലോങ് എങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൊസൈറ്റീനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. So that it can lead to a positive change and growth. And also for a social worker to effectively help a client, നമുക്ക് എപ്പോഴും നമുക്കൊരു ക്ലയന്റിനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് ഡ്യൂട്ടി വേണം അല്ലെ. ആ ക്ലയന്റിനോട്, പ്രൊഫഷനോട്, സൊസൈറ്റിയോട് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരിക്കണം. While clients can align with ethical principles, practical, concrete identification with these values is more meaningful than abstract concepts. Okay. ബിക്കോസ് നമുക്ക് ഈ പറയുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യണം, ക്ലയന്റിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാന്നുള്ള ആ ഒരു എന്താ പറയാ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ആൻഡ് ഇൻ ഇന്ത്യ when a social worker addresses a client as brother, sister or mother, it subtly conveys mutual recognition and respect as fellow human being. നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരു ഇമോഷണൽ ലെവൽ ഉണ്ട് എന്നുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ബ്രദർ സിസ്റ്റർ എന്നൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ പറയുന്ന ടേംസ് യൂസ് ചെയ്യുന്നത് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി എനി കൈൻഡ് ഓഫ് ഇമോഷണൽ ക്ലോസ്നെസ്. ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മുടെ ക്ലയന്റും ഒരു സോഷ്യൽ വർക്കർ എടുത്താലും അവിടെ വേണ്ടത് എന്താണ്, ഒരു ഒരു റെസ്പെക്ട് വേണം. അവിടെ നമുക്ക് ഒരിക്കലും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അവർ ഇമോഷണൽ ക്ലോസ്നെസ്സിനെ അല്ല ഗ്യാരണ്ടി ചെയ്യുന്നത്, എന്താണ് ഒരു റെസ്പെക്ട്ഫുൾ ടേംസ് ആയിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അവിടെ അക്സെപ്റ്റൻസും സ്ട്രെങ്ത്തും അതൊക്കെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കേസ് വർക്കിന്റെ ക്ലയന്റ് റിലേഷൻഷിപ്പ്, കേസ് വർക്കർ ക്ലയന്റ് റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഈ പറയുന്ന റെസ്പെക്ട്ഫുൾ ടേംസ് എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് എൻഹാൻസിംഗ് ദ സോഷ്യൽ വർക്കേഴ്സ് എബിലിറ്റി ടു സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്ലയന്റ്. ക്ലയന്റിനെ സപ്പോർട്ട് ചെയ്യാനും മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യാനും ഈ പറയുന്ന ടേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്ത്യൻ എന്താ പറയാ ഇന്ത്യ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് അപ്രോച്ച് ഇൻ കേസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ എന്താണ് സോൾവിംഗ് പ്രോബ്ലംസ് ക്വിക്ലി ആൻഡ് എഫക്റ്റീവ്ലി, എൻഷുറിംഗ് ദാറ്റ് പീപ്പിൾ ഗെറ്റ് ദ സപ്പോർട്ട് ദേ നീഡ് ഓൺ ടൈം. അവർക്ക് വേണ്ട സമയത്ത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് കേസ് ഫോർ പ്രാക്ടീസ് ഒരു ആക്റ്റീവ് അപ്രോച്ച് നമ്മുടെ ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇപ്പൊ നമുക്ക് വളരെ ഒരു കൾച്ചറൽ ട്രഡീഷൻസ് എടുത്താല് മെനി ഇന്ത്യൻസ് ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം അവരുടെ വീട്ടിൽ എൽഡേഴ്സ് കാണും. അപ്പൊ അവര് പറയാണ് ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് അവരൊരു ഗൈഡൻസ് കൊടുക്കുകയാണ്. അപ്പൊ അതിൽ ശരിക്കുള്ള ശരി എന്താണ് തെറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു റിസൾട്ട് കാരണം കേസ് വർക്കറിന് ഈ പറഞ്ഞ ക്ലയന്റിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വളരെ ആക്റ്റീവ് ആയിട്ട് അതിൽ ഇൻവോൾവ് ആയി അതിൽ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ. And this active method can promote growth when approached with the right attitude and environment. Okay, നമ്മൾ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്റ്റീവ് മെത്തേഡ് ദാറ്റ് ക്യാൻ പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് ദി ക്ലയന്റ്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മളുടെ ഇന്ത്യയിലുള്ള ഒത്തിരി ഇൻഡിവിജ്വൽസും ഇവിടെയുള്ള ഡെമോക്രസി എന്താണ്, അല്ലെങ്കിൽ അവർക്ക് സെൽഫ് റിലീൻഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടാം എന്നുള്ളതിൽ ഒട്ടും അവർക്ക് അറിയില്ല. സോ ദാറ്റ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഇത്തരത്തിലുള്ള അപ്രോച്ച് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ they may feel confused or uncomfortable, so which make the case worker difficult, okay, to tackle their problem. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ആക്റ്റീവ് അപ്രോച്ചിന്റെ അതായത് ആക്റ്റീവ്ലി നമ്മൾ ഈ പറഞ്ഞ കേസ് വർക്കർ ആക്റ്റീവ് അപ്രോച്ച് നടത്തുക എന്നുള്ളത് വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പോൾ ചില ക്ലയൻസ് ചിലപ്പോൾ സച്ച് എസ് വുമൺ ക്ലയന്റ് ഇപ്പൊ ചിലപ്പോൾ ഒരു ഏജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കേസ് വർക്കർ ഏജൻസിയിൽ ഇരിക്കുകയാണ്. സോ ആ പെർട്ടിക്കുലർ ഏജൻസി തനിയെ വിസിറ്റ് ചെയ്യാനൊക്കെ ദേ മേ ഫീൽ ഹെസിറ്റന്റ്, ഓക്കെ, അല്ലെങ്കിൽ അഫ്രൈഡ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ കേസ് വർക്കർ കേസ് വർക്കർ ഹോം വിസിറ്റ്സ് നടത്തുന്നു ടു ഓവർകം ദീസ് ബാരിയേഴ്സ് ആൻഡ് എൻഷുർ ദാറ്റ് ദ ക്ലയന്റ് റിസീവ്സ് നെസസറി ഹെൽപ്പ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലയന്റിന്റെ വീട്ടിൽ ഹോം വിസിറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയേ വേണം. ഓക്കെ. ആൻഡ് in India, social case workers often face the challenge of working with clients whose families take it upon themselves to make decisions for them. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു ട്രഡീഷണൽ കൾച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലീസ് പറയാണ് ഇന്ന് ചെയ്യാം അത് ചെയ്യും. അപ്പൊ അത് ആ ഒരു ഇൻഡിവിജ്വലിന് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം സൊല്യൂഷൻ പറഞ്ഞാലും അവർ അതിനെ നല്ല രീതിയിൽ എടുക്കണം എന്നില്ല. സോ അവർക്കിപ്പോ അവരുടെ ഫീലിംഗ്സ് ഓപ്പൺ ആയിട്ട് നമ്മളോട് പറയാനും ആ ഒരു പ്രൈവസി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. And in such cases, an active approach, when planned properly and tailored to the situation, can lead to positive change for the client. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനും അതുപോലെ ആക്റ്റീവ് അപ്രോച്ചും നമ്മളുടെ ഭാഗത്ത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ക്ലയന്റിന്റെ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ. And during casework interviews, the social worker encourages that client to open up.
നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വരുമ്പോൾ നമ്മൾ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ്ലി നമ്മൾ ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇൻ ദ കേസ് ഇഫ് യു നോട്ട് എന്താ പറയാ മേക്കിംഗ് ദ ക്ലയന്റ് കംഫർട്ടബിൾ, നമുക്ക് ഒരിക്കലും ക്ലയന്റിന്റെ ഇഷ്യൂ എന്താ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. സോ അവർക്ക് അവരുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, അവരുടെ തോട്ട്സ് എന്താണോ അത് ക്ലാരിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ആക്റ്റീവ് അപ്രോച്ച് നമ്മൾ അവിടെ കൊണ്ടുവരണം. ആൻഡ് ഫ്ലെക്സിബിൾ അപ്രോച്ച് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ സോഷ്യൽ വർക്ക്. The worker must assess each client's unique situation to determine the most suitable approach. ഓരോ ക്ലയന്റും ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ ആ ക്ലയന്റിന്റെ യൂണിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ അപ്രോച്ച് എടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്. And helping the client adjust more effectively to their environment. Okay. And sticking rigidly to a single approach can hinder the success of the casework process. നമ്മളിപ്പോ ഒരു കേസ് വർക്കർ ആണ്, നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊജക്ട് അപ്രോച്ചിൽ മാത്രം നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. ഏത് ക്ലയന്റ് വന്നാലും ആ പെർട്ടിക്കുലർ അപ്രോച്ച് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്ലയന്റിന്റെയും ആവശ്യം ഡിഫറൻറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ അപ്രോച്ച് കൊണ്ടിരുന്ന നടക്കില്ല. നമ്മൾ അതിനനുസരിച്ച് അവരുടെ അപ്രോച്ചും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ. And in India, a caseworker often plays a key role in helping clients and their families recognize their interesting dignity as human beings. Caseworker എന്ന് പറയുന്നത് ക്ലയൻസിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനും അവരുടെ ഫാമിലീസിനെ അവരുടെ ആ ഒരു ഡിഗ്നിറ്റീനെ റെക്കഗ്നൈസ് ചെയ്യാനും ആസ് എ ഹ്യൂമൻ ബീങ്സ് അവരുടെ ഡിഗ്നിറ്റീനെ റെക്കഗ്നൈസ് ചെയ്യാനും ഈ പറയുന്ന കേസ് വർക്കർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ കേസ് വർക്കർ വർക്ക്സ് ടു എംപവർ ദം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഗോസ് അഗൈൻസ്റ്റ് ദിസ് ഡിഗ്നിറ്റി ആൻഡ് ദാറ്റ് ബൈ അലോയിങ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ആർ ഫെയിലിംഗ് ടു ഹോണർ ദെയർ ഓൺ വർത്ത്. നമ്മൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് അവരുടെ ബോധത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഹോണർ ചെയ്യുന്നില്ല, അവിടെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം കേസ് വർക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലീസിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ ക്ലയന്റ് ആരാണോ അവരിലേക്ക് നമ്മൾ ഈ പറയുന്ന ഒരു തോട്ട് കൊണ്ടുവരുന്നുണ്ട്. ദ കേസ് വർക്കർ വർക്ക്സ് ടു എംപവർ ദം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഗോസ് എഗൈൻസ്റ്റ് ദിസ് ഡിഗ്നിറ്റി ആൻഡ് ദാറ്റ് ബൈ അലോയിങ് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻ അലോ ചെയ്യുമ്പോൾ they are failing to honor their own worth. അവരുടെ തന്നെ വേർത്തിനെ അവരിങ്ങനെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. So the caseworker addresses both the victims and the exploiters, guiding them toward restoring their inner dignity. നമ്മൾ both victimsനെയും exploitersനെയും കേസ് വർക്കർ അഡ്രസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇന്നർ ഡിഗ്നിറ്റീനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കേസ് വർക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് ഭഗവത്ഗീതയിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, എംഫസൈസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ റിലീജിയൻ ഫിലോസഫിയും ഈ പറയുന്ന കേസ് വർക്കിൽ ഒരു സിഗ്നിഫിക്കന്റ് റോൾ വരുത്തുന്നുണ്ട്. പീപ്പിൾ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ആയിക്കോട്ടെ ചീത്ത കാര്യം ആയിക്കോട്ടെ, നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ അത് എന്നിലേക്ക് തിരിച്ചു വരും നല്ലതായിട്ട്. ഇപ്പൊ ചീത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദർ പാസ്റ്റ് ആക്ഷൻസ് ദേ മേ കം ബാക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കർമ്മയിലൊക്കെ ഈ പറയുന്ന കേസ് വർക്കിംഗ് വരുമ്പോഴത്തേക്കും അവിടെ ബിലീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോഷ്യൽ കേസ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ എൻകറേജ് ക്ലയൻസ് ടു പെർഫോം പോസിറ്റീവ് ആക്ഷൻസ് ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് എ ബെറ്റർ ലൈഫ് ബൈ അലൈൻ ദർ ഗുഡ് ആക്ഷൻസ് വിത്ത് ഗുഡ് കർമ്മ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ കേസ് വർക്കേഴ്സ് ക്ലയന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The case worker in India performs a dual role. ഒരു ഡ്യുവൽ റോൾ ആണ് ആക്ച്വലി കേസ് വർക്കർ ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നത്. ഓൺ വൺ ഹാൻഡ് വി കൻ സേ ദാറ്റ് അവർ ട്രഡീഷണൽ കേസ് വർക്ക് സിറ്റുവേഷൻസിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പിംഗ് ക്ലയൻസ് കോപ്പ് വിത്ത് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ സ്ട്രെയിൻസ് അഫക്ടിങ് ദർ അഡ്ജസ്റ്റ്മെന്റ് ടു റിയാലിറ്റി. ഓക്കെ. അവരുടെ ഇന്റേണൽ അല്ലെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അവർക്ക് എന്തൊക്കെ സ്ട്രെയിൻസ് ആണോ അത് അവരുടെ റിയാലിറ്റിനെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു, അവിടെ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരാന്നൊക്കെ രീതിയിൽ ഒരു ട്രഡീഷണൽ കേസ് വർക്ക് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കേസ് വർക്കർ പെർഫോം ചെയ്യുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് ദേ ഗൈഡ് ക്ലയൻസ് ടു എംബ്രേസ് ന്യൂ ഐഡിയാസ് ആൻഡ് വേസ് ഓഫ് ലിവിംഗ്. ഓക്കെ. പുതിയ രീതിയിൽ പുതിയ ചിന്തകൾ കൊണ്ടുവരിക, പുതിയ രീതിയിൽ ജീവിക്കുക. അതുപോലെ തന്നെ എന്താണ്, എൻകറേജിങ് ദം ടു നോട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ടു ദർ സർക്കംസ്റ്റാൻസസ് ബട്ട് ടു ആക്റ്റീവ്ലി എൻഗേജ് ഇൻ ദ പ്രോസസ് ഓഫ് സൊസൈറ്റിയിൽ ചേഞ്ചസ്. ഓക്കെ. ജസ്റ്റ് എല്ലാ കാര്യങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ എന്നതിനുപരി നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ വരുന്നുണ്ടോ അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്, അവരുടെ കമ്മ്യൂണിറ്റി ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്, അവരുടെ ലൈഫ് ബെറ്റർമെന്റിന് വേണ്ടിയിട്ടും സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ടോ അതായിട്ട് എന്ത് ചെയ്യുക, ആക്റ്റീവ്ലി എൻഗേജ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടും സോഷ്യൽ വർക്കർ ക്ലയൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും യൂണിറ്റ് 1 എന്ത് ചെയ്യാൻ ഉണ്ടായിരുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. സോ നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇന്ത്യയിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഡീപ്ലി കണക്റ്റഡ് ടു ദ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. സോ മേക്കിംഗ് സോഷ്യൽ കേസ് വർക്ക് ഡിഫറെന്റ് ഫ്രം വെസ്റ്റേൺ പ്രാക്ടീസസ് അല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ആൻഡ് അൺലൈക്ക് ദ വെസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വലൈസം അവർ ഇൻഡിവിജ്വലൈസം പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ബട്ട് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഗ്രൂപ്പ് നോംസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെ.
ആൻഡ് ഓൾസോ ബോത്ത് മെറ്റീരിയൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഈ പറയുന്ന നമ്മളുടെ കേസ് വർക്ക് ഉണ്ട്, ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വിച്ച് പ്ലേസ് എ കീ റോൾ ഇൻ അഡ്രസ്സിംഗ് ദീസ് നീഡ്സ്. ഇതിൽ ഈ പറയുന്ന നീഡ്സുകളൊക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. എൻകറേജിങ് കെയർ ഫോർ ദ എൽഡർലി, സിക്ക് ആൻഡ് വൾണറബിൾ. അവിടെ നമ്മൾ ജസ്റ്റ് മെറ്റീരിയൽ നീഡ്സ് മാത്രമല്ല, ഇമോഷണൽ നീഡ്സും ആ ഒരു ഫാമിലി കമ്മിറ്റ്മെന്റും അവരുടെ റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി എടുത്തോടെ എല്ലാവരുടെ റെസ്പോൺസിബിലിറ്റീസും റോളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. And a caseworker help individuals understand their dignity, fulfill their responsibilities and adapt to new ideas. അല്ലെ? And an active and well-planned approach in casework can lead to personal growth and positive social change. Okay, അപ്പം ഒരു കേസ് വർക്കറിന്റെ കയ്യിൽ എപ്പോഴും ആ ഒരു അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഡ്യുവൽ റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്, അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അപ്രോച്ചസും അവരുടെ കയ്യിൽ വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആൻഡ് സോ വി ആർ മൂവിംഗ് ടു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻ ആണ്. സോ how is casework perceived by practitioners in India? December 2023 ചോദിച്ചിട്ടുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ കേസ് വർക്ക് പ്രാക്ടീസ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ആ സെഷൻ ഗോ ത്രൂ ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അടുത്തത് ഡിസ്കസ് കോൺസെപ്റ്റ് ഓഫ് ഇൻഡിജിനൈസേഷൻ ഓഫ് കേസ് വർക്ക് പ്രാക്ടീസ്. ജൂൺ 2024 20 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിപ്പോ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണ്. അതിലെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ മെയിൻ ആയിട്ടും നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട്സ് എടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന ക്ലാസ്സസ് കാണുന്ന കൂട്ടത്തിൽ പോയിന്റ്സ് എഴുതുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതാത് യൂണിറ്റിനെ നിങ്ങൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ നിങ്ങളുടെ ആപ്പിൽ പോവുക, നിങ്ങൾ SLMസും വാല്യൂ ആഡഡ് നോട്ട്സും എല്ലാം നിങ്ങൾ റെഫർ ചെയ്യാൻ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം. ബൈ.